ഹലോ ഹായ്, ഞാൻ മേതു. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഒരു വ്ലോഗ് എന്ന് പറഞ്ഞാൽ അപ്പൊ അതിനാണ് ഗുഡ് മോർണിംഗ്. അപ്പൊ ഈ വീഡിയോ ഇപ്പോൾ അപ്ലോഡ് ചെയ്യാന്ന് പറയാനില്ല. അപ്പൊ ഗുഡ് ഈവനിങ് ആണോ ഗുഡ് ആഫ്റ്റർനൂൺ ആണോ അറിയില്ല. അത് നമ്മുടെ ഇന്നത്തെ വ്ലോഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് +1 ഫസ്റ്റ് പബ്ലിക് എക്സാം ആണ്. ഇന്ന് ഡേറ്റ് 6-ാം തീയതി ആണ്. ഇത് നമ്മൾ എന്താ പോസ്റ്റ് നമുക്ക് അറിയില്ല. അപ്പൊ മാക്സിമം ഞങ്ങൾ ഇതിന്റെ രാവിലെയാണ് ടൈം 5:45 കഴിഞ്ഞിരിക്കണം. അപ്പൊ നമ്മൾ തിരിച്ച് പല്ലേച്ച് മുഖമൊക്കെ കഴിഞ്ഞ് ഒന്ന് ഫ്രഷ് ആയിരിക്കുകയാണ്. നമുക്ക് ബെഡൊക്കെ ഒന്ന് വെച്ചിട്ടിട്ട് നമുക്ക് ഒന്ന് റിവിഷൻ ചെയ്യാം. കാരണം നമുക്ക് 4 മണിക്ക് സൈലത്തിന്റെ ബൂസ്റ്റർ ഉണ്ട്. അത് ബൂസ്റ്റർ സെറ്റാണ്. അപ്പോ വെൽക്കം ബാക്ക് ടു VM വ്ളോഗ്സ്. ആ ചെടി എടുത്തോണ്ടൊരു വരുമ്പോ അധികം ഒഴിക്കണ്ട ചെടിയില്, അധികം ഒഴിക്കണ്ട അടിയിൽ വെള്ളം. അപ്പൊ ഇനി നമുക്ക് 6 മണിക്ക് ലൈവ് ഉണ്ട്. ഒരു 5 മിനിറ്റ് കൂടി 6 മണിക്ക് നമ്മുടെ സൈലത്തിന്റെ ബൂസ്റ്റർ ക്ലാസ്. അതൊക്കെ കണ്ട സെറ്റാണ്. അതുകൊണ്ട് നമുക്ക് പ്രത്യേക എനർജിയാക്കാം. അപ്പൊ നമുക്ക് 5 മിനിറ്റ് കൂടി ഉണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് ബുക്ക് മറിച്ച് കിട്ടിയിട്ട് ലൈവ് ആകും. അപ്പൊ നമ്മുടെ എക്സാം ഹിന്ദിയാണ്. ഫസ്റ്റ് എക്സാം ഹിന്ദിയാണ്. നമുക്ക് ഉച്ചയ്ക്ക് ശേഷം എക്സാം. അപ്പോൾ ഒരു 12 മണിയായിട്ട് 12:30 ആയിട്ട് പോയാൽ മതി. ഇത് അത്രയാണല്ലോ. അപ്പൊ ഗൈസ് നമ്മുടെ ബൂസ്റ്റർ ലൈവ് ഒക്കെ കഴിഞ്ഞു. അപ്പൊ സെറ്റായി, ഫുൾ സെറ്റാണ് ഗൈസ്. അപ്പോൾ ഇനി നമുക്കൊന്ന് ടെറസിലേക്ക് കണ്ടിട്ട് സൂര്യന്റെ ടൈമാണ് ഗൈസ്. അപ്പൊ നമുക്ക് സൂര്യനൊക്കെ കണ്ടുതരാം. ഓക്കെ, അപ്പൊ ഗൈസ് നമുക്കിനി ടെറസിലേക്ക് ഗൈസ് മോളിക്കാറുണ്ട് ഗൈസ്. ഞങ്ങൾ നമ്മളിതാ ഇപ്പോൾ കുളിക്കാൻ നൈസ് കുളിച്ചിട്ട് നമുക്ക് അമ്പലത്തിൽ പോയിട്ട് വരാം. അപ്പോൾ നട്ട് കാണാം. ഓക്കെ, ഹലോ. അപ്പോൾ നമ്മളെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നെങ്കിൽ ഇപ്പോൾ ടൈം 7:30 കഴിഞ്ഞിരുന്നു. അപ്പോൾ നമുക്ക് 8 മണിക്കുള്ളിൽ അമ്പലത്തിൽ പോയാലും നൈസ്. ഓക്കെ, അപ്പൊ നമ്മളത് അമ്പലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കാം കേട്ടോ. നമ്മൾ എത്തിയിട്ടില്ല. നമുക്ക് നമ്മുടെ കയറ്റം കയറണുള്ളൂ. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് നടക്കുന്നുണ്ട് ഗൈസ്. ഇത് ഭയങ്കര സ്പീഡാണ്. സ്പീഡൊന്നുമില്ല. അപ്പോൾ ഇവിടെ കുളമൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ അയ്യപ്പൻ കഴിക്കാണ് പോണത്.
മുടിയൊക്കെ നേരത്തെ മടങ്ങി കിട്ടിട്ടോ. എനിക്ക് പിന്നെ നേരത്തെ മടയാൻ മുടിയില്ലാത്തൊന്നും കുഴപ്പമില്ല. അപ്പോൾ ഇതാ നമ്മൾ അമ്പലത്തേക്ക് എത്തിട്ടോ. ഞാൻ കാണിച്ചുതരാം. ഇത് ഹലോ. അപ്പം ഞങ്ങളിതാ തൊഴുതിറങ്ങി. അപ്പം നമ്മൾ തിരിച്ചടക്കാട്ടോ ഗൈസ്. അപ്പം ഗൈസ് നമ്മളിതാ നമ്മളവിടെ എത്താനായി ഗൈസ്. ഇത് ഹലോ ബൈ. അപ്പോൾ ഗൈസ് നമ്മളിതാ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ എത്താനായി. ഇവിടെ എവിടെയോ സൺകിസ്റ്റ് ഗൈസ്. നമുക്ക് അവിടെ പോകാം ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മളിവിടെ എല്ലാത്തെത്തി. ഇനിയിപ്പോൾ ലേശം കൂടി ഇറങ്ങാനുള്ളൂ. ഓക്കെ. അപ്പോൾ നമ്മളിത് അവിടെ എത്തി. ഇനിയിപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് നമ്മൾ ഇനിയിപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കുകയുള്ളൂ. ഇനിയിപ്പോൾ നോക്കലൊന്നുമില്ല. ഓക്കെ. എന്താ പറയാനുള്ളത്? എനിക്കെന്താ പറയാനുള്ളത്? അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അതെ. ഹായ്. അപ്പം നമ്മളിത് അവിടെ എത്തി. അപ്പോൾ ഇവിടെ അമ്മ ഫുഡ് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ദോശ ഉണ്ടാക്കുന്നുണ്ട് അമ്മ. എന്തെങ്കിലും പറയാം ഗൈസ്. വെയിലില്ല. നമുക്ക് കഴിച്ചിട്ടൊക്കെ കാണാം. എന്നിട്ട് നമുക്ക് മുകളിൽ പോയിട്ട് ഒന്നുകൂടി നോക്കിയിട്ട് സെറ്റാക്കാം. ഓക്കെ. അപ്പോൾ ഇതാവേതും അപ്പോൾ നമ്മളെന്താ ഫുഡ് കഴിക്കാൻ പോകണം. നല്ല രസമാണ്. വിറ്റാമിൻ ഡി ആണല്ലോ. ഹായ് ഗായ്സ്. അപ്പോൾ നമ്മുടെ ഫുഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ദോശയാണ്. കൂട്ടാൻ ഇവിടെ ഉണ്ട് കേട്ടോ. ക്യാമറ സ്കില്ലാണ് ഇത്. അപ്പോൾ ഗൈസ് ഞങ്ങളിങ്ങനെ ജസ്റ്റ് ഒന്നും കൂടി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അത് കഴിഞ്ഞാൽ ഞങ്ങൾ റെഡിയായി സ്കൂളിൽ പോയി എക്സാം എഴുതിയിട്ട് തിരിച്ചു വരും. ടെൻഷൻ ഉണ്ടോ ഇതിന്? എന്തിന് ടെൻഷൻ? ടെൻഷൻ നമുക്ക് പേടിയില്ലല്ലോ. ഓക്കെ. അപ്പോൾ നമ്മളിതാ ഇപ്പോൾ ജസ്റ്റ് എല്ലാം ഒന്നുകൂടിയും നമ്മൾ എന്താ 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 പേര് അറിയാം. എനിക്ക് ഓർമ്മ കിട്ടില്ല ഗൈസ്. അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് നോക്കി ഇനി നമുക്ക് പോയി റെഡി ആവണം. നമുക്ക് 1:30 എന്താ പറയുക ഹോളിൽ കയറണം. ഐ മീൻ എക്സാം ഹോളിൽ കയറണം. പിന്നെ 1 മണിക്ക് സ്കൂളിൽ എത്തണം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാം ഹോൾ ടിക്കറ്റ് സംഭവങ്ങളൊക്കെ എടുത്തേക്കണം. നമ്മൾ ഹോൾ ടിക്കറ്റ് ഒന്നും മറന്നു പോകാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് അതൊക്കെ എടുത്തേക്കാം. വേദത അവിടെ ഇരിക്കുന്നുണ്ട്. അതറിയോ പേനയ്ക്ക് കുറച്ച് നേരം വരണമെങ്കിൽ നമുക്ക് കുത്തിയറിയാം. ഓക്കെ. അപ്പോൾ നമ്മൾ ഹോൾ ടിക്കറ്റ് ഒക്കെ വരും. ഹോൾ ടിക്കറ്റ് കാണിച്ചില്ല. ഹോൾ ടിക്കറ്റ് ഒക്കെ ഉണ്ട് ഗൈസ്. നമ്മൾ ഹോൾ ടിക്കറ്റ്, പെൻസിൽ, പേന, കട്ടർ, റബ്ബർ എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട് ഗൈസ്. വരുന്ന എന്താ പറയാനുള്ളത്? ടെൻഷൻ ഉണ്ടോ? ഇതല്ലേ ഞാൻ നേരത്തെ കഴിച്ചേ? അതന്നെ. സോറി ഗൈസ്. അപ്പോൾ ഗൈസ് എക്സാം ഒക്കെ എഴുതി കഴിഞ്ഞ് വന്നിട്ട് കാണാം. ഓക്കെ. അതിൻ്റെ മുന്നേ യൂണിഫോം ഇട്ട് കഴിഞ്ഞാൽ മനസ്സിലാക്കാം. ഓക്കെ. ബൈ. ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അയ്യോ തെറ്റി. ഓക്കെ ഗൈസ്. മെയിൻ ബോർഡ് നിപ്പാൻ പഠിപ്പിക്കണം. നമ്മുടെ കഴിഞ്ഞു കണ്ണ എഴുതി എക്സാം അല്ലേ. പോയി എക്സാം എഴുതിയിട്ട് വരാം. ഓക്കെ. അപ്പോൾ ഞങ്ങളിതാ റെഡി ആയി കഴിഞ്ഞു. ഇനി പോയിട്ട് എക്സാം എഴുതിയിട്ട് വരാം. നമ്മൾ രണ്ടാളും ടെൻഷൻ ഇല്ലാതെ പോയിട്ട് എക്സാം എഴുതുന്നത്. അതെ അതെ അതെ. ടെൻഷൻ അടിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അപ്പോൾ നമുക്ക് പോകാനുള്ള ടൈം ആവണുള്ളൂ. ഇനി നമുക്കൊരു 1 മണിക്കൂറൊക്കെ ഉണ്ട്. കാരണം 11 മണി ഇങ്ങനെ കഴിഞ്ഞിട്ടുള്ളൂ തോന്നുന്നു. 12 മണി കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും 3 മണി കഴിഞ്ഞിട്ട് നമ്മൾ പോകുള്ളൂ. എന്തായാലും ഏറിപ്പോയി 12 കഴിയും എന്തായാലും പോവാൻ. എന്നാലും നമ്മൾ എല്ലാം കുറച്ച് മുന്നേ കൃത്യസമയത്തിന് മുന്നേ നമ്മളെല്ലാം സെറ്റ് ആക്കണം എന്നാണ്. ഓക്കെ. അപ്പോൾ അത് കഴിഞ്ഞ് വന്നിട്ട് കാണാം. ഓക്കെ. ഇത് കുട്ടിയോ? എക്സാം ഹോളിൽ പോകുമ്പോൾ നിർബന്ധമായിട്ടും വെള്ളം കൊണ്ടുപോകണം. നമ്മൾ എക്സാം എഴുതി കഴിഞ്ഞാൽ അതൊരു പോയിന്റാണ്. പിന്നെ എക്സാം എഴുതി കഴിഞ്ഞാൽ നമുക്ക്
വെള്ളം കുടിക്കാൻ അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് വെള്ളം കുടിക്കാൻ തോന്നും. ഇപ്പോഴെങ്കിലും വെള്ളം കുടിക്കണം. കാരണം എന്താ വെച്ചാൽ സൈലം പറഞ്ഞെങ്കിൽ നമ്മൾ പോകുമ്പോൾ വെള്ളം കുടിക്കണം. ഐ മീൻ എക്സാം ഹാളിൽ എത്തിയാലും നമുക്ക് വെള്ളം കുടിക്കണം. കാരണം അപ്പോഴാണ് അയ്യോ എൻ്റെ ബാഗ് കഴിഞ്ഞു. നമ്മുടെ ടെൻഷൻ ഇല്ലാതെ ഉള്ളൂ. നമ്മൾ ടെൻഷൻ ഫ്രീ ആവണ്ടേ. അപ്പോൾ നമ്മൾ നാരങ്ങ സോഡ കുടിക്കുക. അപ്പോൾ നമ്മൾ എക്സാം കഴിഞ്ഞ് വന്നു ഗൈസ്. കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, സിമ്പിൾ ആയിരുന്നു കേട്ടോ. അതിന് ടഫൊന്നും ഉണ്ടായിരുന്നില്ല. പഠിച്ചതൊക്കെ വന്നിട്ടുള്ളൂ. ഇഷ്ടമായി, വേദന ഇഷ്ടമായിരിക്കണം. ഇനിയിപ്പോൾ നമുക്ക് എന്താ ഇനി പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ഇനിയിപ്പോൾ നമുക്ക് എക്സാം വരുന്നത് ട്യൂസ്ഡേ ആണ്. നമുക്ക് 4 ദിവസം ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് റെസ്റ്റ് എടുക്കാം ഗൈസ്. ഐ മീൻ അങ്ങനെയല്ല. അപ്പോൾ വേദം അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വിശക്കുണ്ട്. ഒന്ന് ഫ്രഷ് ആയി വന്നിട്ട് നമുക്ക് ഫുഡൊക്കെ കഴിക്കാം. ഓക്കെ.